ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നിധിയാണെങ്കിൽ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റോറിയാണ് കേട്ടോ. അതായത് നമ്മുടെ നികേഷിൻ്റെ അമ്മ വേറെയാണെന്നും അതുപോലെ തന്നെ നികേഷ് നമ്മുടെ ഭാസ്കരൻ്റെ മകനല്ല എന്നും ഒക്കെ ഉള്ളൊരു സത്യങ്ങളും ആ ഒരു കഥകളും ഒക്കെ അറിഞ്ഞതിന് ശേഷമുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഈ പറയുന്നത്. അങ്ങനെ നിധി തീരുമാനിക്കുകയാണ്, അതായത് കോളേജിൽ വെച്ചിട്ട് നമ്മുടെ നികേഷിനെ കുറേ പേര് കളിയാക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ നിൻ്റെ അമ്മയും അതുപോലെ തന്നെ നിനക്ക് അമ്മയില്ലല്ലോ, അതിൻ്റെ ഇതാ നിനക്ക് ഞങ്ങളൊക്കെ കണ്ടോ എന്നൊക്കെ പറഞ്ഞ് കുറേ ഏട്ടന്മാർ നിൻ്റെ തന്നെയാണോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കുകയാണ്. ആ ഒരു സമയത്ത് നികേഷ് വീട്ടിൽ വന്നിട്ട് നിധിയോട് പറഞ്ഞ് കരയുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതായത് എനിക്ക് ഒരമ്മയുണ്ട്, പക്ഷെ ആ അമ്മ ജീവനോടെ ഉണ്ടായിട്ട് പോലും എന്നെ ഒന്ന് കാണാനോ ഒന്ന് എന്നെ സ്നേഹിക്കോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ അവരെന്തിനാണ് എന്നെ പ്രസവിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയണം. അച്ഛൻ്റെ രണ്ടാം ഭാര്യയല്ലേ അവർ, അച്ഛൻ്റെ കൂട്ടത്തിൽ ഇവിടെ നിൽക്കേണ്ടതല്ല അവർ എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ ഒരു വിഷമം സങ്കടമൊക്കെ കാണുമ്പോൾ നമ്മുടെ നിധിയാണെങ്കിൽ ഓർക്കാണ്, എന്തായാലും അമ്മയും മകനും അല്ലേ, അവരങ്ങനെ പിരിഞ്ഞിരിക്കേണ്ട, ഒരു വട്ടമെങ്കിലും ഒന്ന് കാണുന്നത് നല്ലതായിരിക്കില്ലേ എന്നൊക്കെ ഇങ്ങനെ ഓർക്കാൻ കേട്ടോ. ആ ഒരു സമയത്ത് നമ്മുടെ നിധിയാണെങ്കിൽ ജോലിക്കൊക്കെ പോയി ഓഫീസിലൊക്കെ പോയതിന് ശേഷമായിരിക്കും അവരെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടുന്നതും. അതുപോലെ തന്നെ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഭാസ്കരനോട് ചോദിക്കുമ്പോൾ ആദ്യം ഭാസ്കരൻ വിസമ്മതിക്കുന്നുണ്ട്. പിന്നീട് ഭാസ്കരൻ സത്യങ്ങളെല്ലാം നിധിക്ക് മുൻപിൽ തുറന്നു കാണിക്കാൻ കേട്ടോ. പക്ഷേ നമ്മുടെ നികേഷിന് അറിയില്ല, ഭാസ്കരൻ തൻ്റെ അച്ഛനല്ല എന്നുള്ള സത്യം നികേഷ് ഇതുവരെയായിട്ടും അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. അതൊട്ടും നിധി പറയുകയും ചെയ്യില്ല കേട്ടോ. അങ്ങനെ എങ്ങനെയെങ്കിലും നമ്മുടെ നികേഷിന് തൻ്റെ അമ്മേനെ ഒന്ന് കാണിച്ചു കൊടുക്കണം എന്ന് മാത്രമായിരിക്കും നിധിയുടെ ആഗ്രഹം. അങ്ങനെ നിധിയാണെങ്കിൽ അത് സുധീഷിനോട് പറയുകയും സുധീഷും നിധിയും കൂടെ ആ അമ്മയെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരികയും ഒക്കെ ചെയ്യാൻ കേട്ടോ. പക്ഷേ ഇത് ഒട്ടും തന്നെ ഭാസ്കരന് ഇഷ്ടപ്പെടുന്നില്ല. ഭാസ്കരൻ ഈ ഒരു നിധി കാണിച്ച ഈ ഒരു പ്രവൃത്തിയെ എതിർക്കുകയാണ് കേട്ടോ, ശക്തമായി തന്നെ എതിർക്കുകയാണ്. അപ്പോഴും സുധീഷ് പറയുന്നുണ്ട്, അച്ഛൻ അങ്ങനെയൊക്കെ പറയും, അതൊന്നും ആരും ഇവിടെ കാര്യമാക്കുന്നില്ല, നിങ്ങൾ കയറിപ്പോയിക്കോ, നിങ്ങൾ എത്രയൊക്കെ പറഞ്ഞാലും നിങ്ങൾ നികേഷിൻ്റെ അമ്മയല്ലേ, നിങ്ങൾ ഇവിടെ ജീവിക്കേണ്ടവരല്ലേ, നിങ്ങൾ കയറിപ്പോയിക്കോ, നികേഷിന് അതൊരു ആശ്വാസം സന്തോഷം ഒക്കെ ആകും എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ അവരും വലിയ കാര്യത്തിൽ വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ പിറ്റേ ദിവസം അടുക്കളയിലേക്ക് നിധി ചെല്ലുമ്പോൾ നമ്മുടെ നികേഷിൻ്റെ അമ്മയാണെങ്കിൽ വന്നിട്ട് പറയുന്നുണ്ട്, മോളൊന്നും ഇനിയൊന്നും ചെയ്യണ്ട, ഇനി മുതൽ ഞാൻ ഇവിടുത്തെ അടുക്കള കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്തിക്കോളാം, മോളിനി കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് അടുക്കള ഭരണം അങ്ങ് ഏറ്റെടുക്കാൻ കേട്ടോ. അപ്പോൾ നികേഷിനാണെങ്കിൽ തൻ്റെ അമ്മേനെ ഉൾക്കൊള്ളാനൊക്കെ ഒരു മടിയും ഒക്കെ തോന്നുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നികേഷ് പറയുന്നുണ്ട്, എന്തിനാണ് ഏട്ടത്തി ഇപ്പോൾ ഇവരെ വിളിച്ചുകൊണ്ട് വന്നത്, ഞാനൊന്ന് ഇമോഷനായിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്, ഇവർ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയവരല്ലേ, ഇനി പിന്നെ എന്തിനാ ഏട്ടത്തി ഇവരെ വിളിച്ചുകൊണ്ട് വന്നത്, വേണ്ടായിരുന്നു, അച്ഛനും അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നുന്നു എന്നൊക്കെ പറയാണ്. അങ്ങനെ ഇവർ ഫുഡ് ഉണ്ടാക്കുകയാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഭാസ്കരൻ ഭക്ഷണം കഴിക്കാതെ ഇറങ്ങിപ്പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ഒരു സമയത്ത് നിധി പറയുന്നുണ്ട്, എന്താ അച്ഛാ ഈ കാണിക്കുന്നതൊക്കെ, അച്ഛന് കുറച്ചൊന്ന് ഒരു വിവേകത്തോട് ചിന്തിക്കത്തില്ലേ, നികേഷിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറയുമ്പോൾ അവൾ ആരാണ്, അവൾ എൻ്റെ ആരുമല്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. ഈ സമയത്ത് നികേഷ് പറയുന്നുണ്ട്, എന്തിനാച്ചാ അച്ഛൻ്റെ ഈ സ്വഭാവം കൊണ്ട് തന്നെയാണ് അപ്പോൾ ഈ കുടുംബമെല്ലാം ഇങ്ങനെ തല്ലി പിരിഞ്ഞു പോയത്, അച്ഛൻ ഇനിയെങ്കിലും ഒന്ന് മറ്റുള്ളവരോട് ഒരു അനുകമ്പയോട് ഒരു സ്നേഹത്തോടെ ഒന്ന് പെരുമാറാൻ പഠിക്കുക, ഇങ്ങനെ മനുഷ്യ മൃഗത്തെ പോലെ ജീവിക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ നിധിയാണെങ്കിൽ ആ ഒരു 2-3 ദിവസം കൊണ്ട് തന്നെ നമ്മുടെ ഭാസ്കരൻ്റെ മനസ്സിൽ ആളുന്ന തീ മനസ്സിലാക്കുകയാണ് കേട്ടോ. കാരണം ഭാസ്കരൻ്റെ ഭാര്യയല്ല നികേഷിൻ്റെ അമ്മ എന്നുള്ള സത്യം നിധി മനസ്സിലാക്കുകയും അതുപോലെ തന്നെ ഇപ്പോഴും നിധിയുടെ അപ്പച്ചിയായ ശാന്തിയാണ് നമ്മുടെ ഭാസ്കരൻ്റെ മനസ്സിൽ ഇപ്പോഴും കെടാവിളക്കായിട്ട് നിൽക്കുന്നതും ഭാസ്കരൻ്റെ ഭാര്യ എന്നൊക്കെ ഉള്ള സത്യങ്ങൾ നിധി മനസ്സിലാക്കുകയും നിധി ആ ഭാസ്കരനോട് ചെയ്തത് ഒരു വലിയ തെറ്റായി പോയോ എന്ന് നിധി ഇങ്ങനെ ചിന്തിക്കുകയാണ്. അതായത് നികേഷിൻ്റെ അമ്മയെ കൂട്ടിക്കൊണ്ടു വന്നത് ഭാസ്കരൻ്റെ ആ ഒരു തീരുമാനത്തോടുകൂടി സംഭവത്തോടുകൂടിയൊന്നും അല്ലല്ലോ. അപ്പോൾ ഭാസ്കരൻ്റെ മനസ്സിന് അത് വല്ലാതെ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ തൻ്റെ അച്ഛൻ തൻ്റെ അപ്പച്ചിയോടും അപ്പച്ചിയുടെ ഈ ഒരു കുടുംബത്തോടും ഒക്കെ ചെയ്തതിന് ഒരു ഒരു പ്രത്യുപകാരം അല്ലെങ്കിൽ ആ ഒരു തെറ്റിനൊരു പരിഹാരം എന്ന പോലെ ഭാസ്കരനെയും ഭാസ്കരൻ്റെ ഭാര്യയും മക്കളെ ഒക്കെ ഒന്നിപ്പിക്കണമെന്നും ഒക്കെയുള്ളൊരാഗ്രഹം നിധിയുടെ മനസ്സിലേക്ക് അങ്ങനെ കടന്നു വരികയാണ് കേട്ടോ. അങ്ങനെ നിധി സുധീഷിനോട് കാര്യങ്ങളെല്ലാം പറയുകയാണ്. അങ്ങനെ സുധീഷിനോട് പറയാണ്, എൻ്റെ ഒപ്പം എല്ലാത്തിനും കൂടെ നിൽക്കുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. നികേഷിൻ്റെ അമ്മയെ തിരിച്ചു കിട്ടിയതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മേനെ തിരിച്ചു കിട്ടണ്ടേ, അതുപോലെ തന്നെ ഈ കുടുംബം ഒന്നിച്ചു പോവണ്ടേ, ഇപ്പോൾ ഉള്ള ഭാസ്കരൻ എന്ന് പറയുന്നത്
പറയുന്ന ആ ഒരാളുണ്ടല്ലോ, ആ ആളെ പണ്ട് ഇങ്ങനൊന്നും അല്ലായിരുന്നു. ഞാൻ അറിഞ്ഞിടത്തോളം ഇങ്ങനൊന്നും അല്ലായിരുന്നു. ജീവനോളം തൻ്റെ മക്കളെയും അതുപോലെ തന്നെ തൻ്റെ ഭാര്യയെയും സ്നേഹിക്കുന്ന, കുടുംബം നോക്കുന്ന ഒരു ഉത്തമ പുരുഷനായിരുന്നു. ആ ഒരു പുരുഷനിലേക്ക് നിങ്ങളുടെ അച്ഛനെ തിരികെ കൊണ്ടുപോകണ്ടേ? അതിന് നിങ്ങളുടെ സഹായം എനിക്ക് വേണം എന്നൊക്കെ പറയാൻ കേട്ടോ. അതിന് ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ പറയുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ കുറച്ച് പദ്ധതികളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അതിന് ഒരു ആൾബലം പോലെ നീ എൻ്റെ കൂടെ വേണം എന്ന് പറയാണ്. ഞാൻ എൻ്റെ വീട്ടിലേക്ക് നാളെ പോകുകയാണ്. ഒറ്റയ്ക്കല്ല, അച്ഛനെയും കൂട്ടിക്കൊണ്ടായിരിക്കും പോകുന്നത്. എന്നിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ പറയാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഭാസ്കരനോട് ചെന്ന് നിധി സംസാരിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ഭാസ്കരൻ നിധിയോട് സംസാരിക്കാൻ കൂട്ടാക്കുന്നില്ല. അത് മറ്റൊന്നും കണ്ടല്ല, നികേഷിൻ്റെ അമ്മേനെ വീട്ടിലേക്ക് കൊണ്ടുവരികയും അവരെ അടുക്കള ഭരണക്കാരിയാക്കി വാഴിക്കുകയും ചെയ്തതിനുള്ള ദേഷ്യം ഭാസ്കരൻ്റെ മനസ്സിൽ അടങ്ങാതെ കനലായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് നിധി പറയുന്നുണ്ട്, നികേഷിൻ്റെ അന്നത്തെ സങ്കടവും വിഷമവും പ്രയാസവും ഒക്കെ കണ്ടപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തതാണ് അച്ഛാ. പക്ഷെ ഞാനിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്, അച്ഛന് എൻ്റെ അപ്പച്ചീനെ, അതായത് ശാന്തി അമ്മയെ ഒരിക്കലും സാധിക്കില്ല എന്നും നിങ്ങൾ ഒരുമിച്ച് ജീവിക്കേണ്ടവരാണെന്നും ഇനിയും അതിന് സമയം വൈകിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ആ അപ്പച്ചിയെ നമുക്ക് ഒന്ന് അന്വേഷിച്ചാലോ? അച്ഛൻ എൻ്റെ കൂടെ വരുമോ? നാളെ വീട് വരെ നമുക്കൊന്ന് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, നാളെ മോളുടെ വീട്ടിൽ പോയിട്ട് എന്ത് ചോദിക്കാനാ? മോളുടെ അച്ഛൻ എന്തെങ്കിലും സത്യങ്ങൾ പറയുമോ? അവൾ ജീവനോടുണ്ട് എന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പാണ്. പക്ഷേ റെക്കോർഡിക്കലും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അവൾ മരിച്ചു എന്നൊരു തെളിവാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അവൾ ജീവനോടുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. എൻ്റെ മനസ്സ് പറയുന്നുണ്ട്, അവൾ എന്നെ ഓരോ ദിവസവും സ്മരിക്കുമ്പോഴും ഞാനിവിടെ അതറിയുന്നുണ്ട് എന്നൊക്കെ പറയാനുണ്ട്. അപ്പോൾ നിധി പറയുന്നുണ്ട്, അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് അച്ഛൻ നാളെ എൻ്റെ കൂടെ വീട്ടിലേക്ക് വാ. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ പ്രതികരണമൊക്കെ ഒന്ന് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം ഒന്ന് അറിയാൻ സാധിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് എന്നൊക്കെ പറയാനുട്ടോ. അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, ഇല്ല, ഇനി ഒന്നിനും ഞാനില്ല, ഇപ്പോഴേ ഞാൻ മരിച്ചു കഴിഞ്ഞു, ഇനി എനിക്ക് ഒന്നിനും വയ്യ എന്നൊക്കെ പറയുമ്പോൾ നിധി പറയുന്നുണ്ട്, അച്ഛാ നമ്മളിപ്പോൾ എന്തായാലും തീരുമാനിച്ച് ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞു. ഇനി പുറപ്പെട്ടു കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് അമ്മയെ തിരിച്ചു കിട്ടിയാൽ അതിലും വലിയ സന്തോഷം ഇനി വേറെ ഉണ്ടോ? അച്ഛനെ നഷ്ടപ്പെട്ടു പോയ ആ ഒരു ജീവിതം തിരികെ പിടിക്കത്തില്ലേ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അച്ഛാ ഞാൻ രാവിലെ റെഡിയാകും, അച്ഛൻ വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അച്ഛൻ വന്നില്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് പോകും. എങ്ങനെയെങ്കിലും എനിക്ക് അമ്മയെ കണ്ടുപിടിക്കണം. അതെൻ്റെ ഭർത്താവിനോടും ഭർത്താവിൻ്റെ സഹോദരങ്ങളോടും അതുപോലെ അച്ഛനോടും ചെയ്യേണ്ട ഒരു കടമയായിട്ട് ഞാൻ കാണുകയാണ്. ഞാനിവിടെ വന്നത് തന്നെ ഒരു നിയോഗമായിട്ട് ഞാൻ കാണുകയാണ്. ഈശ്വരൻ ചിലപ്പോൾ നിങ്ങളെല്ലാം ഒരുമിപ്പിക്കാൻ വേണ്ടി എന്നെ ഇവിടേക്ക് അയച്ചതാണെങ്കിലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നിധിയാണെങ്കിൽ രാത്രിയിൽ കിടക്കാൻ പോവാണ് കേട്ടോ. അങ്ങനെ രാത്രിയിൽ ഉറക്കം വരാതെ അങ്ങനെ മനസ്സിൽ തൻ്റെ പഴയകാല ഓർമ്മകൾ ഇങ്ങനെ സ്മരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ ഭാസ്കരൻ. സുധീഷിൻ്റെയൊക്കെ അമ്മയെ വിവാഹം കഴിക്കുന്നതും ഒന്നിച്ച് ജീവിക്കുന്നതും സുഭാഷും സുധീഷും എല്ലാവരും ഹരീഷും ഒക്കെ ഉണ്ടാകുന്ന ആ ഒരു സീനും പിന്നെ അവരുമായിട്ട് ഒത്ത് കളിക്കുന്നതും ആ ഒരു ഫാമിലി ലൈഫ് എൻജോയ് ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള ആ ഒരു മെമ്മറീസ് ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ നമ്മുടെ ഭാസ്കരൻ. എന്നിട്ട് രാവിലെ നിധി റെഡിയായിട്ട് അച്ഛൻ ഇറങ്ങിയെന്ന് നോക്കുമ്പോഴത്തേക്കിനും അച്ഛനെ അവിടെ ഒന്നും കാണുന്നില്ല കേട്ടോ. അപ്പം അച്ഛൻ വരില്ലായിരിക്കും. എന്തായാലും നമ്മൾ ഇറങ്ങി പുറപ്പെട്ടതല്ലേ, ഞാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ട് വെളിയിലേക്ക് ഇറങ്ങുമ്പോഴായിരിക്കും നിധി കാണുന്നത്. ഭാസ്കരനാണെങ്കിൽ നല്ല തേച്ചു മടക്കിയ ഷർട്ടും മുണ്ടും ഒക്കെ കൊടുത്ത് ആദ്യം തന്നെ റെഡിയായി അവിടെ നിൽക്കുകയാണേ. അങ്ങനെ ഒരുമിച്ച് ഇവർ നേരെ ചെല്ലുന്നത് നമ്മുടെ നിധിയുടെ വീട്ടിലേക്കായിരിക്കും കേട്ടോ. അവിടെ ചെല്ലുമ്പോൾ നിധിയുടെ അച്ഛൻ, അതായത് നമ്മുടെ രാജീവൻ പറയുന്നുണ്ട്, മോളെ നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാം, നിൻ്റെ വീടാണ്, നീ ഇവിടെ നിന്ന് ഞങ്ങളെ ആരെയും വേണ്ടാന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയാലും നീ തിരികെ ഇവിടെ തന്നെ എത്തേണ്ടവളാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് നിനക്ക് വേണ്ടിയിട്ട് എപ്പോഴും ഈ വീടിൻ്റെ വാതിൽ തുറന്നു കിടക്കും. പക്ഷേ ദേ ഇങ്ങേരുണ്ടല്ലോ, ഇങ്ങേരെയൊന്നും ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വരേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോൾ നിധി പറയുന്നുണ്ട്, ഇപ്പോൾ ഇത് എൻ്റെ അമ്മായിയച്ഛനായിട്ടല്ല ഇവിടെ വന്നിരിക്കുന്നത്, അച്ഛൻ്റെ അളിയനായിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ അളിയനോ? ഏത് വകയിലുള്ള അളിയനാണ്? എൻ്റെ പെങ്ങൾ മരിച്ച് ചത്തൊടുങ്ങിയിട്ട് കാലം കുറേയായി, 10-25 കൊല്ലമായി. അന്ന് അറുത്തുപോയ ബന്ധമാണ്. പിന്നെ വേറൊരു പഴയ ബന്ധം കിടപ്പുണ്ട്. എൻ്റെ തറവാട്ടിൽ എൻ്റെ അച്ഛൻ്റെ ഡ്രൈവറായിട്ട്, ലോറി ഡ്രൈവറായിട്ട് ജോലി ചെയ്തിരുന്നവനാണ് നിൻ്റെ അമ്മായിയപ്പൻ എന്ന് പറയുന്ന ഈ ഭാസ്കരൻ. അത്രത്തോളമൊക്കെ ഞാൻ അവനെ കാണുന്നുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നിധി പറയുന്നുണ്ട്, അച്ഛൻ ഇങ്ങനെ പുച്ഛിച്ച് തള്ളുമൊന്നും വേണ്ട. എത്രയൊക്കെ പറഞ്ഞാലും അച്ഛൻ്റെ പെങ്ങളെ വിവാഹം കഴിച്ച ആളാണ്. അച്ഛൻ്റെ പെങ്ങൾ മരണപ്പെട്ടു എന്ന് അച്ഛൻ മാത്രം തീരുമാനിച്ചാൽ പോരല്ലോ.
അതിൽ ഒരു സത്യവും ഇല്ലയെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അപ്പച്ചയെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞങ്ങളിവിടെ വന്നതെന്ന് പറയുമ്പോൾ രാജീവനൊന്ന് ഭയക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് രാജീവൻ പറയുന്നുണ്ട്, നീ എന്തൊക്കെയാണ് നിധി വിളിച്ചു പോകുന്നത്? അന്ന് അവൾ മരിച്ചതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ആ പോലീസ് സ്റ്റേഷനിലും ഉണ്ട്. നീ ഇപ്പോൾ വേണമെങ്കിൽ നീ അവിടെ ചെന്ന് പോയി ഒന്ന് അന്വേഷിച്ച് നോക്കാം, അപ്പം നിനക്കറിയാം. അല്ലാതെ ഞാൻ അവളെ എവിടെയും കാത്തുകെട്ടി വെച്ചിട്ടില്ല. പിന്നെ ഇപ്പം നിൻ്റെ അമ്മായിയപ്പനെ കൂട്ടിക്കൊണ്ടുള്ള വരവ് എനിക്ക് മനസ്സിലായി. അങ്ങേര് നിന്നെ ഇളക്കി വിട്ടതായിരിക്കും അല്ലേ, അവളുടെ പേരിലുള്ള സ്വത്തുക്കൾ ഇനി മേടിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞ് ചിരിക്കുകയൊക്കെ ചെയ്യാൻ കേട്ടോ. അത് ഈ ജന്മത്തിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. അവൾ മണ്ണടിഞ്ഞതോടുകൂടി അതൊക്കെ എൻ്റെ കൈവശത്തേക്ക് വന്നു. ഇപ്പം ഞാൻ അതൊക്കെ നോക്കി നടത്തുന്നത്. ഇത്രയും കാലമില്ലാത്ത സ്വത്തുക്കൾക്ക് അവകാശമായിട്ട് ഇനി ആരും ഇവിടേക്ക് കയറി വരണ്ട എന്ന് പറഞ്ഞിട്ട് രാജീവൻ ആ വാതിലങ്ങ് അടച്ച് ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നിധിയാണെങ്കിൽ ഭാസ്കരനോട് പറയുന്നുണ്ട്, നമ്മൾ അമ്മ മരിച്ചു പോയോ എന്നൊക്കെയുള്ള ഒരു കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അച്ഛൻ്റെ കണ്ണിൻ്റെ ചലനങ്ങൾ അച്ഛൻ ശ്രദ്ധിച്ചോ? അച്ഛനൊരു കള്ള ലക്ഷണമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അച്ഛൻ്റെ മനസ്സ് പിടയുന്നത് ഞാൻ കണ്ടു, അച്ഛനൊന്ന് പേടിക്കുന്നത് ഞാൻ കണ്ടു. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അമ്മ മരിച്ചിട്ടില്ല. അതെ, അച്ഛൻ സംശയിച്ചതുപോലെ തന്നെ അമ്മ മരിച്ചിട്ടില്ല, അമ്മ എവിടെയോ ജീവിച്ചിരിപ്പുണ്ട് എന്നിങ്ങനെ പറയാനിട്ടോ. അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, ഇപ്പം നമ്മളിവിടെ വന്ന് വഴക്കുണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ലല്ലോ മോളെ, അതാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയുമ്പോൾ നമ്മുടെ നിധി പറയുന്നുണ്ട്, അല്ലച്ചാ ഇപ്പോൾ ഈ ഒരു കേസ് ഞാൻ എടുത്തിട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇന്ന് തന്നെ അച്ഛൻ ഒന്നെങ്കിൽ അമ്മയെ കാണാൻ പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് അച്ഛൻ ഇന്ന് കാണിക്കാതിരിക്കില്ല, ആരെയും ഫോൺ ചെയ്യുകയോ എന്തെങ്കിലും ഒരു ഹിൻറ്റ് നമുക്ക് കിട്ടാതിരിക്കില്ല. ഇന്നത്തെ ദിവസം അച്ഛന് മനസ്സമാധാനമായിട്ട് ഉറങ്ങാൻ കഴിയില്ല. അതാണ് നമുക്കും വേണ്ടത്. അമ്മയിലേക്കുള്ള ഒരു ദൂരം നമുക്കൊരു വഴികാട്ടിയാണ് ഇന്നത്തെ സംഭവങ്ങൾ എന്ന് പറഞ്ഞിട്ട് നിധി അച്ഛനെയും കൂട്ടി, അതായത് ഭാസ്കരനെയും കൂട്ടി വീട്ടിലേക്ക് പോകുകയാണ് കേട്ടോ. ഭാസ്കർ വളരെ പ്രതീക്ഷയോടുകൂടി നിൽക്കുകയാണ്. കാരണം നിധിയുടെ ഈ ഓരോ ചലനങ്ങളും തൻ്റെ ഭാര്യയുടെ അടുക്കിലേക്ക് തനിക്ക് എത്താൻ സാധിക്കും എന്നൊരു ഉറച്ച വിശ്വാസത്തോടു കൂടി ഭാസ്കരൻ മുൻപോട്ട് പോവുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നിധിയാണെങ്കിൽ നാത്തൂനെ വിളിച്ചിട്ട് പറയാണ്, ചേച്ചി അപ്പോൾ ഞാൻ ഇന്ന് ചേച്ചിയോട് ഒരു സഹായം ചോദിക്കാൻ വിളിച്ചതാണ്. ഞാൻ അച്ഛനോട് വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ചേച്ചിയും കേട്ടിരുന്നില്ലേ, അപ്പോൾ അപ്പച്ചി എവിടെയോ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഉറപ്പാണ്. ഭാസ്കരൻ അച്ഛനാണെങ്കിൽ അത് പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ ഭാഗത്തെ തെറ്റല്ലേ ചേച്ചി? അങ്ങനെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അച്ഛനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ അച്ഛൻ ചെയ്യുന്ന ക്രൂരതയല്ലേ, അതിൻ്റെയൊക്കെ ഫലം നമ്മളെല്ലാവരും അനുഭവിക്കേണ്ടതല്ലേ? ആ തടവറയിൽ നിന്ന് അവരെ മോചിപ്പിക്കേണ്ട, അതിന് വേണ്ടിയിട്ട് എന്നെ ഒന്ന് സഹായിക്കുക ചേച്ചി. അതുകൊണ്ട് അച്ഛൻ്റെ ഓരോ ചലനങ്ങളും നിങ്ങൾ ചേച്ചി സൂക്ഷിക്കണം, ചേച്ചി ഒന്ന് ശ്രദ്ധിക്കണം. ചേച്ചി അച്ഛനെന്ന പതിവില്ലാതെ ആരെങ്കിലും വിളിക്കുകയോ എന്തെങ്കിലും ഫോൺ ചെയ്യുകയോ എവിടെയെങ്കിലും പോകുകയോ എന്തെങ്കിലും ചെയ്താൽ ചേച്ചി എനിക്കൊരു സൂചന തരണം എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ സത്യമാണെങ്കിലും പറയുന്നുണ്ട്, ഞാൻ ശ്രദ്ധിച്ചോളാം, നീ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട, ഇതുപോലുള്ള കള്ളത്തരങ്ങൾക്ക് ഒരിക്കലും ഞാനും കൂട്ടു നിൽക്കില്ല നിധി. ആ ഒരു അമ്മ അങ്ങനെ എവിടെയെങ്കിലും ഇങ്ങനെ തടങ്കലിലാക്കിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ മോചിക്കപ്പെടുക തന്നെ ചെയ്യണം. എനിക്കൊരു മോള് വളർന്നു വരികയല്ലേ, ഇതിൻ്റെയൊക്കെ ശാപം അവൾക്ക് കിട്ടണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് സിന്ധിയടുത്താണെങ്കിൽ ആ ഫോൺ വെക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നീട് അധികം വൈകാതെ തന്നെ സിന്ധിയടുത്തിൻ്റെ കോൾ വരികയാണ്. വളരെ പ്രതീക്ഷയോടുകൂടി നിധി ആ കോൾ അറ്റൻഡ് ചെയ്യുകയാണ്. ഏട്ടത്തി എന്താ ഏട്ടത്തി, നല്ലൊരു വാർത്ത പറയാനാണ് ഏട്ടത്തി വിളിക്കുന്നതെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ എന്ന് പറയുമ്പോൾ ഏട്ടത്തി പറയുന്നുണ്ട്, അത് നീ വിശ്വസിച്ചോ, കാരണം ഞാൻ ഇന്ന് അച്ഛൻ്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. അച്ഛൻ വിളിച്ചിട്ട് ഒരാളെ ഫോൺ വിളിച്ചിട്ട് ചോദിക്കുന്നത് കേട്ടു, അവൾ അവിടെ തന്നെ ഇല്ലേ, അവൾ 10-25 കൊല്ലമായിട്ട് ഇതുവരെയായിട്ടും അവളെക്കുറിച്ച് അന്വേഷിക്കാത്തവരൊക്കെ ഇന്ന് അന്വേഷിക്കാൻ വന്നിട്ടുണ്ട്. എന്തോ ഇതിന് പിന്നിൽ ഒരു ഗൂഢലക്ഷ്യമുണ്ട്. അതുമല്ല എന്തെങ്കിലും ഒരു സംശയം തോന്നിയിട്ടായിരിക്കുമല്ലോ അവർ ഇപ്പോൾ ഇവിടേക്ക് വന്നത്. അവൾ ജീവനോടുണ്ടെന്ന്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവളെ തീർത്ത് കളയുക തന്നെ വേണം, അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ അവതാളത്തിലാകും. അവളെങ്ങാനും ജീവനോടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇനി അനുഭവിക്കുന്ന സകല സുഖ സൗകര്യങ്ങളും അവളുടെ പേരിലുള്ളതാണ്, അവൾക്ക് തിരികെ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് അതിന് ഞാൻ ഒരിക്കലും തയ്യാറല്ല, എൻ്റെ മക്കൾ അനുഭവിക്കേണ്ടതാണ് എന്നൊക്കെ പറയാൻ കേട്ടോ. എന്നിട്ട് അവളെ അവിടെ നിന്നും സ്ഥലം മാറ്റിയതിന് ശേഷം നമുക്ക് പരലോകത്തേക്ക് അയച്ചേക്കാം എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയാണ്. അങ്ങനെ എവിടേക്കാണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ളൊരു ഡീറ്റെയിൽസും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ ഒരു കാര്യങ്ങൾ നമ്മുടെ ഏട്ടത്തിയാണെങ്കിൽ നിധിനെ വിളിച്ച് പറയുമ്പോൾ നിധിയാണെങ്കിൽ അതെല്ലാം കേട്ടിട്ട് സുധീഷിനോട് പറയുന്നുണ്ട്. അങ്ങനെ സുധീഷും നിധിയും കുറച്ച് ഗുണ്ടകളും ഒക്കെ കൂടിയിട്ട്, കുറച്ച് ഗുണ്ടകൾ മീൻസ് നമ്മുടെ സുധീഷിൻ്റെ കൂട്ടുകാരും ഒക്കെ കൂടിയിട്ട് ആ ഒരു പറഞ്ഞ സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. സകല സന്നദ്ധ ആയിട്ടായിരിക്കും ചെല്ലുന്നത്. കാരണം നിധിയുടെ അച്ഛൻ ഏർപ്പാടൊക്കെ കുറേ ഗുണ്ടകളൊക്കെ അവിടെ ഉണ്ടായിരിക്കില്ല, അപ്പോൾ അവരെയൊക്കെ എതിർത്ത് നിൽക്കണ്ടേ, അതിന് വേണ്ടിയിട്ട്. അങ്ങനെ നിധി അവിടെ ചെന്ന് കഴിയുമ്പോൾ തടങ്കലിലാക്കപ്പെട്ട്
പാവപ്പെട്ട ഒരു 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 പെണ്ണ് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കുറേ വർഷങ്ങളായിട്ട്, പുറം ലോകം പോലും കാണാതെ. അപ്പോൾ നിധിയാണെങ്കിൽ ഇവർ പുറത്ത് കിടന്നിങ്ങനെ അടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നിധി അകത്ത് താക്കോലൊക്കെ എടുത്തിട്ട് അകത്തേക്ക് കയറി ചെല്ലുകയാണ് കേട്ടോ. അങ്ങനെ റൂം തുറന്ന് ചെല്ലുമ്പോൾ അവിടെ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ നിധി ഒരു ചങ്കുപെടയാണ്. അങ്ങനെ നിധിയെ കണ്ട ഉടനെ ആരാ ആരാ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. വളരെ എന്താ ഒരു വിളർന്ന സൗണ്ടോടുകൂടി ഇങ്ങനെ ചോദിക്കുകയാണ്. ആ ഒരു സമയത്ത് ഞാൻ നിധി, എന്നെ അറിയില്ലായിരിക്കും, ഞാൻ രാജീവൻ്റെ മകളാണ്, അതായത് അമ്മയുടെ ആങ്ങളുടെ. അപ്പോൾ ഒന്ന് ഭയക്കാണ് കേട്ടോ. രാജീവിൻ്റെ മകളോ, എന്നെ കൊല്ലല്ല എന്ന് പറയുമ്പോൾ ഞാൻ കൊല്ലാൻ വന്നതല്ല, ഞാൻ ഇവിടെ നിന്ന് രക്ഷിക്കാൻ വന്നതാ എന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് പറയാണ് ഞാൻ രാജീവിൻ്റെ മകൾ മാത്രമല്ല അമ്മയുടെ മകൻ, രണ്ടാമത്തെ മകൻ സുധീഷിൻ്റെ ഭാര്യ കൂടിയാണ് എന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് അവരെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ ചെയ്ത എല്ലാ തെറ്റുകൾക്കും ഞാൻ മാപ്പ് ചോദിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അവരെ രക്ഷപ്പെടുത്തി വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ അവരെ കണ്ട ഉടനെ ഭാസ്കരൻ നായർ ഓടി വരികയാണ് കേട്ടോ. ഭാസ്കരൻ നായരുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവർ നഷ്ടപ്പെട്ടു പോയ ഒരു പ്രണയം അവിടെ പോയിടുകയാണ് കേട്ടോ. ഇത്രയും കാലം കാണാതെ പരസ്പരം അവർ ജീവിക്കുകയായിരുന്നല്ലോ, ആ ഒരു സ്നേഹം മുഴുവനും അവരുടെ കണ്ണുകളിൽ കാണാവേ. അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും നമ്മുടെ നികേഷിൻ്റെ അമ്മ അവിടേക്ക് വരികയാണ്. വന്നിട്ട് പറയണം, ആഹാ ഇത് കൊള്ളാം, നിങ്ങളുടെ ആദ്യ ഭാര്യ മരിച്ചെന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ എന്നെ വിവാഹം കഴിച്ചത്, എന്നിട്ടിപ്പോൾ ആദ്യ ഭാര്യയും കൂട്ടിക്കൊണ്ട് വരുന്നത് ശരിയായ ഏർപ്പാടാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ഭാസ്കരൻ നായർ അങ്ങ് ചൂടാകുകയാണ്. പറയുന്നുണ്ട്, ഇവിടുത്തെ ഭാര്യ നീ എൻ്റെ ഭാര്യയാണ്, നിനക്കറിയാമല്ലോ സത്യങ്ങളെല്ലാം, എന്നിട്ട് നീ ഇപ്പോൾ വിളിച്ചു പോകുന്നത് എന്തുവാണ് എന്നൊക്കെ ചോദിച്ചിട്ട് ശാന്തിയോട് പറയുന്നുണ്ട്, ഒരിക്കലും ഇവളെൻ്റെ ഭാര്യയൊന്നുമല്ല, ഇവൾ മനപ്പുറം ഇവരെ കയറി കൂടാൻ വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്ത് കൂട്ടുന്നതാണ്, നിനക്കറിയാമല്ലോ എന്ന് പറയുമ്പോൾ എനിക്കറിയാം, എൻ്റെ ഭാസ്കരേട്ടനെ എന്നേക്കാൾ നന്നായിട്ട് അറിയാം, അതുകൊണ്ട് ഭാസ്കരേട്ടൻ വിഷമിക്കേണ്ട, ഞാൻ ഇവിടുന്ന് മാറിക്കഴിഞ്ഞിട്ട് എന്തൊക്കെ ഇവിടെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല, പക്ഷേ എല്ലാവരെയും ഇങ്ങനെ തിരിച്ചു കിട്ടുമ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. 25 കൊല്ലമായിട്ട് തടവറയിൽ അകപ്പെട്ട് ഞാൻ ജീവിക്കുമായിരുന്നു, ഇങ്ങനെ പുറം ലോകവും ഈ വെളിച്ചവും ഒക്കെ കാണുമെന്ന് പോലും ഞാൻ കരുതിയതല്ല. അത് തന്നെ എനിക്ക് വളരെ സന്തോഷമാണ്. എൻ്റെ മക്കളോടൊപ്പം ഒരന്ത്യം ഉറങ്ങണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ, അതെനിക്ക് ഈശ്വരൻ സാധിച്ചു തന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നികേഷ് ഇതെല്ലാം കേട്ട് ആകെ ദേഷ്യത്തിൽ വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എന്താ പറഞ്ഞത് എൻ്റെ അമ്മയോട്, നിങ്ങൾ എൻ്റെ ആരുമല്ല ഭാര്യ അല്ലെന്ന്, പിന്നെ ഞാൻ എങ്ങനെ ഉണ്ടായതാണ്, നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ പിന്നെ ഞാൻ ആരാണ് എന്നിങ്ങനെ ചോദിച്ച് ദേഷ്യപ്പെടുകയാണ്. അങ്ങനെ ഭാസ്കരൻ്റെ കോളറിലൊക്കെ പിടിക്കുമ്പോൾ നികേഷ് നീ എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത്, അത് നിൻ്റെ അച്ഛനല്ലേ എന്ന് പറയുമ്പോൾ അച്ഛൻ, ഞാനും അച്ഛനുമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ തമ്മിൽ തീർത്തോളാം, ഏട്ടത്തി ഇതിലൊന്നും ഇടപെടാൻ നിൽക്കണം, ഞാൻ ചിലപ്പോൾ തല്ലും ചിലപ്പോൾ ഇയാളെ കൊല്ലും, അതിനിപ്പോൾ ഏട്ടത്തിക്ക് എന്താ കുഴപ്പം എന്ന് പറയുമ്പോഴത്തേക്കിനും നിധി പറഞ്ഞിട്ട്, ആ ഏട്ടത്തേക്ക് കുഴപ്പമുണ്ട്, അത് നിൻ്റെ അച്ഛനല്ലാത്തത് കൊണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ എല്ലാവരും അന്തം വിട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് ഭാസ്കരൻ, മോളെ വേണ്ട മോളൊന്നും പറയണ്ട, അവൻ പറയുന്നതൊക്കെ പറയട്ടെ, മോളൊന്നും പറയണ്ട, ഇല്ല അച്ഛാ ഇനി ഞാനിതൊന്നും കേട്ടുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കില്ല എന്നിങ്ങനെ പറയാനേട്ടോ എന്നിങ്ങനെ പറയുകയാണേ. അങ്ങനെ ഭാസ്കരൻ നായർ അച്ഛനല്ല എന്നുള്ള സത്യം നികേഷിന് മുൻപിൽ തെളിയുകയാണ് കേട്ടോ. അതായത് നികേഷിനോട് നിധി പറയാണ്, നിന്റെ തള്ളയും തന്തയൊക്കെ ഉപേക്ഷിച്ചിട്ട് പോയപ്പോഴേ ഈ മനുഷ്യനാണ് എടുത്ത് വളർത്തിയതും നിന്നെ പഠിപ്പിച്ചതും ഈ നില വരെ എത്തിച്ചതും. ഈ മനുഷ്യന് അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ലായിരുന്നു, പക്ഷെ തൻ്റെ മക്കളുടെ കൂട്ടത്തിൽ നിന്നെയും ചേർത്ത് പിടിച്ച് വളർത്തിയത് ഈ ഒരു വലിയ മനുഷ്യനാണ്. ആ ഈ മനുഷ്യൻ്റെ മനസ്സിൻ്റെ അത്ര വലിപ്പം നിനക്കൊണ്ടോടാ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. എന്നിട്ട് പറയാണ്, നീ ഇവിടുത്തെ ആരുമല്ല എന്നൊക്കെ പറയുമ്പോൾ സങ്കടപ്പെട്ട് അലറി വിളിക്കാൻ കേട്ടോ നികേഷ്. ആ സമയത്ത് ഭാസ്കരൻ നായർ ചെന്നിട്ട് പറയുന്നുണ്ട്, നിധി പറഞ്ഞത് വാസ്തവം തന്നെയാണ്, നിന്റെ അമ്മ ഉപേക്ഷിച്ചപ്പോൾ ഞാനാണ് നിന്നെ വളർത്തിയതും നോക്കിയതും ഒക്കെ തന്നെ. നീ ഈ ശാന്തയ്ക്ക് ഉണ്ടായ മകനല്ല, പക്ഷെ സാരമില്ല, പക്ഷെ നീ എൻ്റെ മകൻ തന്നെയാണ്, എനിക്ക് പിറക്കാതെ പോയ മകൻ, ഇനി എൻ്റെ മരണം വരെ അങ്ങനെ തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കാണിച്ചുകൊണ്ടായിരിക്കും കേട്ടോ ആ ഒരു എപ്പിസോഡ് കഴിഞ്ഞത്. എന്തായാലും വളരെ വൈകാരികമായ മുഹൂർത്തങ്ങളൊക്കെ ഇനി ഉടനടി വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലുള്ള അപ്കമിങ് എപ്പിസോഡുകൾ കേൾക്കാൻ താല്പര്യമുള്ളവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.